ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിന് സാധ്യതയേറിയതായി ഹിന്ദു റിപ്പോർട്ട് ചെയ്യുന്നു. നിലവിലെ 50% തീരുവ 15% കുറച്ചേക്കുമെന്ന് സൂചന. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഘട്ടം ഘട്ടമായി കുറച്ചേക്കുമെന്നും റിപ്പോർട്ട്. ബിസിനസ് ഡെസ്കിൽ നിന്ന് കൃഷ്ണ ചെറിയാൻ കൂടുതൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് കൃഷ്ണ ചെറിയാൻ, വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. എന്തായാലും ഇതൊരു സ്ഥിരീകരിക്കപ്പെട്ട വാർത്തയല്ല, പക്ഷേ ദേശീയ മാധ്യമമായ മിന്റ് റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയാണ്. വാർത്ത സത്യമാവുകയാണെങ്കിൽ അത് തീർച്ചയായും ഇന്ത്യക്കാർക്ക് ഒരു ദിവാലി ബൊനാൻസി ആയിരിക്കും. അപ്പോൾ മിന്റിന്റെ ആ റിപ്പോർട്ടാണ് ഈ കാണുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം റഷ്യൻ എണ്ണ ഘട്ടം ഘട്ടമായി അത് വാങ്ങുന്നത് കുറയ്ക്കും. കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതുപോലെ ട്രംപ് മോദിയെ വിളിച്ചിരുന്നു ഹാപ്പി ദിവാലി പറയാൻ. രണ്ടുപേരും ദിവാലി ആശംസിച്ചു. അതിനുശേഷം ചില രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങൾ കൂടി ഇരുവരും ചർച്ച ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് അല്പസമയം മുമ്പ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ ട്രംപ് പറയുന്നത് ഞങ്ങൾ തമ്മിൽ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ, വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ സംസാരിച്ചു. ആ സംസാരിച്ചതിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ ഘട്ടം ഘട്ടമായി കുറയ്ക്കും എന്നൊരു കരാറിലേക്ക്, ഒരു സാധ്യതയിലേക്ക് എത്തുന്നുവെന്നാണ് ട്രംപ് സൂചിപ്പിച്ചത്. ആ ട്രംപ് സൂചിപ്പിച്ചതും മിന്റിലെ റിപ്പോർട്ടുമായി നമുക്ക് കുറച്ച് ചേർത്ത് വെക്കാം. ഈ വ്യാപാര കരാറിൽ ഏറ്റവും അധികം തടസ്സമായി നിന്നത് അമേരിക്കയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് വരുന്നതിലുള്ള തടസ്സമായിരുന്നു. അത് പലതും ജനിതക വ്യതിയാനം വരുത്തിയ സോയാബീൻ, അതുപോലെ തന്നെ കോൺ മുതലായ വസ്തുക്കളായിരുന്നു. ഇത് ഇന്ത്യയിലേക്ക് വരുന്നത് നമ്മുടെ സാംസ്കാരികവും നമ്മുടെ വിശ്വാസപരവും നമ്മുടെ മതപരവുമായ പല കാര്യങ്ങളെയും ബാധിക്കുമെന്നുള്ളത് കൊണ്ട് ഇന്ത്യ അതിനൊരു തടയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ജനിതകമായി മാറ്റം വരുത്താത്ത കോൺ ഇന്ത്യയിലേക്ക് വന്നോട്ടെ എന്നൊരു വ്യവസ്ഥയിലേക്ക് ഇന്ത്യ പോകും എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തായാലും നമ്മുടെ ഡയറി ആവശ്യങ്ങൾക്ക്, നമ്മുടെ കോഴിത്തീറ്റ ായിട്ട് അതുപോലെ തന്നെ എഥനോൾ നിർമ്മാണത്തിനൊക്കെ ഈ കോൺ ആവശ്യമാണ്. അപ്പോൾ ഇഷ്ടംപോലെ കോൺ ഇന്ത്യയിൽ ആവശ്യമുണ്ട്. അങ്ങനെ അമേരിക്കൻ കോൺ, ജനിതക വ്യതിയാനം വരുത്താത്ത അമേരിക്കൻ കോൺ ഇന്ത്യയിലേക്ക് വന്നോട്ടെ എന്നൊരു നിലപാടിലേക്ക് ഇന്ത്യ മാറിയത് ഈ കരാർ സാധ്യമാകാൻ കാരണമാകുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതൊരു സ്ഥിരീകരിക്കപ്പെട്ട വാർത്തയല്ല. അങ്ങനെ കരാർ സാധ്യമായാൽ 15%, ഇപ്പോഴത്തെ 50% എന്ന് പറയുന്ന തീരുവ 15% കുറയ്ക്കാനൊരു സാധ്യതയാണ് കാണുന്നത്. നവംബർ 1 എന്തായാലും കരാർ സാധ്യമാക്കണം. അതിനു മുമ്പ് പല ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റിപ്പോർട്ടിൽ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ താമസിയാതെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാകും, മഞ്ഞുരുക്കമുണ്ടാകും എന്ന് നമുക്ക് കരുതാം. എന്തായാലും ഇതുവരെ വന്നതല്ലേ എസ് കെ, നമുക്ക് സ്വർണ്ണവിലയും കൂടെ പറഞ്ഞിട്ട് പോകാം. സ്വർണ്ണവിലയിൽ നിന്ന് വലിയ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. പവന് 2480 രൂപ കുറഞ്ഞ് 93,280 രൂപയായി കുറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഗ്രാമിന് 310 രൂപയാണ് കുറഞ്ഞത്. 310 രൂപ കുറഞ്ഞ് ഇന്ന് ഗ്രാമിൻ്റെ വില 11,660 രൂപയാണ്. ആൾക്കാർക്കിടയിൽ ലാഭമെടുപ്പ് കൂടിയതാണ്. വില ഇങ്ങനെ കൂടി നിൽക്കുമ്പോൾ ആൾക്കാർ അത് വിറ്റൊഴിയാൻ ശ്രമിച്ച് ലാഭമെടുപ്പ് കൂടിയതാണ് ഈ സ്വർണ്ണവിലയിലെ കുറവിന് കാരണം. എസ് കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.